ഫേക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതാ ഇങ്ങനത്തെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് പാലിൻ്റെ ബോട്ടിലാണ് ഇവിടെ കിട്ടുന്നത്. ഇത് സ്നാക്സിൻ്റെ ഒരു പാത്രമാണ്. അത്യാവശ്യം കട്ടിയുള്ള പ്ലാസ്റ്റിക് നോക്കിയെടുത്തതാണ്. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ചെടിയുടെ ഷേപ്പ് വേണമെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പിക്ചേഴ്സ് നോക്കിയാലേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് രൂപത്തിലാണ് ഇത് എടുക്കേണ്ടതെന്നുള്ളത്. തീരെ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് അല്ലാത്തതായാലും കുറച്ചും കൂടെ നല്ലതാണ്. ഇത്തിരി ഹാർഡായിട്ട് നല്ല ബലത്തിൽ നിൽക്കുന്നത് ആണ് ഈ ഒരു കാക്ടസിൻ്റെ രൂപത്തിന് നല്ലത്. അപ്പോൾ ഇതിൻ്റെതായി ഈ പ്ലെയിനായ പോർഷൻ ഉണ്ടല്ലോ, പ്ലെയിനായ പോർഷനെ ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലീഫിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഷേപ്പ് ഉണ്ട്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു ഷേപ്പ് മാത്രം ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ ഞാനതിങ്ങനെ ഉണ്ടാക്കണമെന്ന് മാത്രം. ഒറിജിനൽ കാക്ടസ് ചിത്രം നോക്കിയാൽ അറിയാൻ പറ്റും. ഇങ്ങനെ അറ്റം റൗണ്ടായിട്ടുണ്ട്, അടിയിലേക്ക് മെലിഞ്ഞ് മേലേക്ക് വണ്ണം കൂടിയിട്ടുണ്ട്, ലെങ്ത്ത് ഉള്ളതുണ്ട്, ചെറുതുണ്ട്, വളരെ ഷോർട്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളതുണ്ട്, പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ലോജിക്ക് അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള പോലെ നമ്മുടെ കയ്യിലെ മെറ്റീരിയൽ പ്ലാസ്റ്റിക് എത്ര വലുപ്പമുള്ളത് കിട്ടണോ അതൊക്കെ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഈ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. അത് ബാക്കിയുള്ളതും അതുപോലെ എടുക്കാം പോവാണ്. പിന്നെ ഈ ബോട്ടിൻ്റെ അടിയിലെ പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്ക് നല്ല ലെങ്ത്തുള്ളത് എന്തായാലും കിട്ടില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഡിസൈനിനനുസരിച്ചിട്ട് മാക്സിമം പ്ലെയിനായ ഭാഗം ഞാനിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. വട്ടത്തിലും ഏകദേശം ഒരു സർക്കിളിൻ്റെ രൂപത്തിൽ, കറക്റ്റായി അളന്നിട്ടൊന്നുമല്ല, ഓൾമോസ്റ്റ് ഒരു സർക്കിളിൻ്റെ രൂപത്തിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു എണ്ണത്തിനുണ്ടല്ലോ ഇങ്ങനെ മടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മടക്കിയിട്ട് അതിനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടാണ് നമ്മൾ ആ ഒരു പ്ലാന്റിൻ്റെ രൂപം എടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പല വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അടിയിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്, രണ്ട് സൈഡും ഇങ്ങനെ കോർണർ റൗണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ റൗണ്ട് ലീഫ് ഉള്ളതുണ്ടല്ലോ, ഇതുപോലെ ഇപ്പോൾ സർക്കിളായിട്ട് എടുത്തതിന് നമ്മളിങ്ങനെ നടുവൊന്ന് മടക്കി കഴിഞ്ഞാൽ നമുക്കത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല റൗണ്ടായിട്ടുള്ളത് കിട്ടും. അത് വലുതൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇത് നമുക്കിനി ഒട്ടിച്ച് പ്ലാന്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത് ഞാൻ മുന്നേ ഒട്ടിച്ചിട്ടുള്ളത് കാണിക്കാം. റൗണ്ടായിട്ടുള്ളതിനെ ഒട്ടിച്ചാൽ ഇത് ഈ ഷേപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ എത്ര പ്ലാസ്റ്റിക് കയ്യിലുണ്ടോ അതിനനുസരിച്ച് എത്രണ്ണം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇതിനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ ഞാൻ എടുക്കുന്നുണ്ട്. ഇത് അക്രിലിക് കളറാണ്. ഇത് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ ഈ പെയിൻറ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വട്ടം ഒന്നും അതിൽ പിടിക്കില്ല. അപ്പോൾ അതിങ്ങനെ വീണ്ടും നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ ബ്രഷ് കൊണ്ട് സ്ട്രോക്കുകൾ കൊടുത്താലേ അത് വീണ്ടും അതിങ്ങനെ അതിൽ ആയ പെയിൻറ്റും കൂടെ വീണ്ടും ഇങ്ങനെ തുടച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒരു കോട്ട് കൊടുക്കുക, എന്നിട്ട് ഉണങ്ങാൻ വെക്കുക, വീണ്ടും കൊടുക്കുക, ഉണങ്ങാൻ വെക്കുക. അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4 തവണയെങ്കിലും കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് തിക്ക് ഗ്രീനായിട്ട് കിട്ടുള്ളൂ. ഇത്രയെങ്കിലും ആ പ്ലാന്റിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഉള്ള കളറായിട്ട് കിട്ടുള്ളൂ. അത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ സ്പൈൻസ് അതിലുണ്ടാക്കി കൊടുക്കണം. അതിൻ്റെ മുള്ളു പോലെയുള്ള ഭാഗം ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ചകിരിയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ ഷേപ്പിൽ നമുക്ക് നാരുകൾ, ഇത്തിരി ബലത്തിൽ കിട്ടുന്ന നാരുകൾ എന്ത് വേണമെങ്കിലും അങ്ങനത്തെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ഒപ്പിക്കാട്ടോ. വേറെ എന്തെങ്കിലും വിറകിൻ്റെ നാരുകളോ ഈർക്കിലിനെ ചെറിയ കഷ്ണങ്ങളായി തിന്നായിട്ട് ഇങ്ങനെ സ്ലിറ്റ് ചെയ്തെടുത്തിട്ടോ എന്ത് വേണമെങ്കിലും അങ്ങനെ ഉപയോഗിക്കാം. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതനുസരിച്ചിട്ട്. എനിക്കിപ്പോൾ നമ്മുടെ ഇവിടെ ആയതുകൊണ്ട് അങ്ങനത്തെ ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ തേങ്ങ മേടിക്കുന്നിടത്ത് ചോദിച്ചിട്ട് തന്നില്ല, പൊക്കിക്കൊണ്ടുവന്നതാണ്. തേങ്ങയുടെ മുകളിൽ അതിൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത് കുറച്ചുണ്ടായിരുന്നത് ഏട്ടൻ പൊക്കി കൊണ്ടുവന്നാണ്. അപ്പോൾ അങ്ങനെ എന്താണോ ഈ രൂപത്തിൽ എടുക്കാൻ കിട്ടുന്നത് വെച്ചാൽ അതുപോലെ എടുക്കുക. എന്നിട്ടൊരു 1/2 ഇഞ്ച് നീളത്തിലൊക്കെ, ഇത്ര നീളം വേണ്ട, അതിനേക്കാളും ചെറുതാക്കേണ്ടി വരും, ഒരു 1/2 ഇഞ്ച് നീളത്തിലൊക്കെ വലിപ്പത്തിലാണ് കഷ്ണാക്കി എടുക്കുന്നത്. എന്നിട്ട് അതിനെ ഇങ്ങനെ നടുക്കൊന്ന് മടക്കിയിട്ട് നമ്മളിങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂ ഗൺ വെച്ചൊട്ടിക്കൽ ഇതൊരു നുള്ളാര പണിയാണ് ശരിക്കും. ഇത് ഈ ഒട്ടിച്ചെടുക്കുന്നത് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പണിയാണ്, ഒരു നുള്ളാരപ്പണിയാണ്. അപ്പോൾ
നമ്മൾ ഓരോന്നോരോന്ന് എടുത്തെടുത്ത് ചെയ്യണം. പിന്നെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്യുമ്പോഴല്ലോ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി. ഫ്ലക്സ് ഗ്ലൂ ഒക്കെ ആണെങ്കിൽ സൂപ്പർ ഗ്ലൂ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഗമ്മുകളാണെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി എളുപ്പമായിരിക്കും ചെയ്യാൻ. കുറച്ചും കൂടെ ഷാർപ്പായ ടിപ്പ് വെച്ചിട്ടേ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് വേഗം വെച്ച് കൊടുത്താൽ അതവിടെ പെട്ടെന്ന് നിൽക്കുമല്ലോ. ഗ്ലൂ ഗൺ പെട്ടെന്ന് ഒട്ടുമൊക്കെ ചെയ്യും, പക്ഷേ നമ്മളിങ്ങനെ ചെറിയ ഏരിയയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക പറഞ്ഞാൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ നൂലുപോലെ വലിഞ്ഞ് വരുമ്പോഴേ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല, ഇത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു അരയിഞ്ച് നീളത്തിൽ കഷ്ണം എടുത്തിട്ട് അതിനെ നടുക്കൊന്ന് മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ വി ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിൽ വെക്കാം. നമുക്കിങ്ങനെ 2 പീസ് ജസ്റ്റ് ഇങ്ങനെ കുത്തി നിൽക്കുന്ന രീതിയിൽ ഒരു 4 ഇഞ്ച് നീളത്തിൽ 2 പീസ് വെച്ച് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഏകദേശം ആ ഒരു മുള്ള് നിൽക്കുന്ന ഒരു രൂപം വരുന്ന രീതിയിൽ ഈ ലീഫുകളുടെ എല്ലാ അറ്റത്ത് വെച്ച് കൊടുക്കണം നിറയെ. അപ്പോൾ നമ്മൾ എത്ര എണ്ണം ഉണ്ടാക്കി വെച്ചു അതിലൊക്കെ ഇങ്ങനെ എല്ലായിടത്തും കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് ഇതുപോലെ വരും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ചെടിയുടെ ഒരു ലുക്ക് കിട്ടും നമുക്ക്. ഇനി ഞാൻ ഇങ്ങനത്തെ ഐസ്ക്രീമിൻ്റെ കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, പോട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ വൈറ്റ് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. സ്പ്രേ പെയിൻറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അക്രിലിക് കളർ കൊണ്ട് സ്പഞ്ച് വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ ഒക്കെ നന്നായിട്ട് 2 കോട്ടൊക്കെ അടിച്ചു കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് വൈറ്റായിട്ട് കിട്ടും. എന്നിട്ട് അതിലൊരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ മാത്രമല്ല ചെടി നിൽക്കണ്ടല്ലോ, അപ്പോൾ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പേപ്പർ ചുരുട്ടിയിട്ട് ഒരു 1/4 ഭാഗം, ഏത് പാത്രം നമ്മൾ എടുത്താലും ഒരു 1/4 ഭാഗത്തോളം, 1/4 ഭാഗത്തിനൊക്കെ ഒന്ന് മുകളിലേക്കാവാം, എന്നാലും നിറച്ചാവരുത്, കുറച്ച് സ്പേസ് മുകളിൽ വിടുന്ന രീതിയിൽ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 4 പോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അത് ഒറിജിനൽ പോട്ടാണ്. മറ്റേത് 3 ഐസ്ക്രീം പോട്ട് വെച്ചിട്ടാണ് റെഡിയാക്കിയത്. എന്നിട്ട് ഇങ്ങനെ ഒരു 1/4 ഭാഗത്തോളം പേപ്പർ വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം ചെടി അതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് അതുപോലെ. അപ്പോൾ ഇതിനൊക്കെ ഇത്തിരി ഒറിജിനാലിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ കാക്ടസ് പ്ലാന്റുകൾ എങ്ങനെയാണ്, ഇൻഡോർ പ്ലാന്റുകൾ, കുഞ്ഞു പ്ലാന്റുകൾ വരുന്നത് എന്നുള്ള ഗൂഗിൾ ഇമേജസ് നോക്കി ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും നല്ല റിയൽ ലുക്കായിട്ട് തന്നെ കിട്ടും. കണ്ടാൽ വിശ്വസിക്കില്ല അത് ഫേക്കാണ്, അത് നമ്മൾ ഉണ്ടാക്കിയതാണ്, പ്ലാസ്റ്റിക് ബോട്ടിലാണെന്നൊന്നും കണ്ടാൽ തോന്നില്ല. അപ്പോൾ എല്ലാറ്റിനും ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് പേപ്പർ നിറയ്ക്കരുത്, ഇത്തിരി ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കണം ചെടി. അപ്പം നമ്മൾ ഈ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ നമ്മൾ ചെടിയുടെ അതേ ലെവലിൽ നിന്ന് നോക്കുമ്പോഴേ ചെടിയുടെ അടിഭാഗം ഒട്ടിച്ചത് നമ്മൾ കാണാൻ പാടില്ല പുറത്തേക്ക്. ഓക്കെ, അങ്ങനെ ആ രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ എത്ര ലെയർ വേണം, അപ്പോൾ ഈ ചെറുതിനെ 2 എണ്ണത്തിനെ ഞാൻ മോളിക്ക് വെക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ടും വലിയ പോട്ടിൽ 2 എണ്ണമായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നിൻ്റെ മേലെ ഒന്നോ നല്ല നീളത്തിലുള്ളതോ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് ചെടിയുടെ ലുക്കായിട്ടുണ്ട്. ഇനി ആ പേപ്പർ ഫുള്ള് കവറാവുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും മണ്ണുണ്ടെങ്കിൽ മണ്ണിട്ട് കൊടുത്താലും നല്ല ഒറിജിനാലിറ്റി വരും കേട്ടോ. മണ്ണോ ചകിരിയോ അങ്ങനെ ഒറിജിനൽ പ്ലാന്റുകളുടെ അടിയിൽ വരുന്ന മെറ്റീരിയൽ എന്തും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ കല്ലാണുള്ളത്, എനിക്ക് മണ്ണിന് ഇവിടെ ഭയങ്കര ക്ഷാമമാണ്. ചട്ടിയിൽ തന്നെ കഷ്ടി കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഒറിജിനൽ ചട്ടിയിൽ. അപ്പോൾ അത് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ കുറച്ച് പെബിൾസ് വാങ്ങി വെച്ചതുണ്ടായിരുന്നത് ബോട്ടിലിൽ ചെടി ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിട്ടിട്ട് ഈ പേപ്പറൊക്കെ കവർ ചെയ്ത് ഒരു റിയൽ ലുക്ക് ഒന്നും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെടിയുടെ അടിയിൽ നമുക്ക് കണ്ണിന് കണ്ട എങ്ങനെയാണോ ഒരു ഒറിജിനാലിറ്റി തോന്നുന്നത് ആ ഒരു ലുക്ക് കിട്ടുന്ന രീതിയിൽ അങ്ങ് അറേഞ്ച് ചെയ്യുക. പേപ്പർ പരമാവധി കാണാതിരിക്കുക. കല്ല് എത്രത്തോളം സ്പേസ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഫില്ലാകുന്ന രീതിയിൽ ഓരോ ഷേപ്പിൽ കല്ലങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വയറ്റിനങ്ങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നാച്ചുറൽ ലുക്കിൽ കിട്ടും. ഇതിപ്പോൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്താലുണ്ടല്ലോ ഒറിജിനലാണെന്ന് തന്നെ തോന്നുള്ളൂ. ഇത് ഞാൻ എൻ്റെ റൂമിലെ ഓർഗനൈസറിൻ്റെ മുകളിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനടുത്തിരിക്കുന്ന ആ ബോട്ടിലായിട്ടുണ്ടല്ലോ അത് ഞാൻ ചെയ്തിട്ടുള്ളത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലിരിക്കുന്ന ടിഷ്യൂ ഫ്ലവറാണ്. കണ്ടാൽ നമുക്ക് വിശ്വാസം വരും, അത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഫ്ലവറാണ്. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ആ ബോട്ടിലും അതുപോലെ ഈ ഒരു ഫ്ലവർ പോട്ടും ഉണ്ട്. അത് ഒക്കെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അതിൻ്റെ എല്ലാം വീഡിയോ പ്ലേലിസ്റ്റിൽ, ക്രാഫ്റ്റിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.